ശബരിമല സ്വർണ്ണക്കൊളയിൽ UDF നടത്തുന്ന വിശ്വാസ സംരക്ഷണ ജാഥയുടെ പദയാത്ര ചെങ്ങന്നൂരിൽ നടക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പങ്കെടുക്കുന്നുണ്ട്. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, UDF കൺവീനർ അടൂർ പ്രകാശ്, മുൻ KPCC അധ്യക്ഷൻ MM ഹസൻ, മുൻ UDF കൺവീനർ ബെന്നി ബെഹന്നാൻ, അനൂപ് ജേക്കബ് ഉൾപ്പെടെയുള്ള നേതാക്കൾ നമ്മൾ കാണുന്നു. മുൻ KPCC അധ്യക്ഷൻ VM സുധീരനെയും ആ ദൃശ്യങ്ങളിൽ കണ്ടുവെന്നാണ് മനസ്സിലാക്കുന്നത്. NK പ്രേമചന്ദ്രൻ MP ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. ഷിബു ബേബി ജോൺ ആ യാത്രയുടെ പദയാത്രയുടെ ഭാഗമാകുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം മുൻനിര നേതാക്കളെല്ലാം നേരിട്ട് പങ്കെടുക്കുന്ന ഒരു പദയാത്രയാണ് ചെങ്ങന്നൂരിൽ ഇപ്പോൾ നടക്കുന്നത്. ചെങ്ങന്നൂരിലെ പദയാത്ര എന്നത് UDFനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടൊരു രാഷ്ട്രീയം നീക്കം കൂടിയാണ്. കൊടിക്കുന്നിൽ സുരേഷ് ഉൾപ്പെടെയുള്ളവർ യാത്രയുടെ ഭാഗമാകുന്നുണ്ട്. ബാബു പ്രസാദ് ഉൾപ്പെടെയുള്ളവർ ആ യാത്രയുടെ ഭാഗമായിട്ടുണ്ട്. PC വിഷ്ണുനാഥ് ഉൾപ്പെടെയുള്ളവർ ആ യാത്രയുടെ ഭാഗമാകുന്നുണ്ട്. അതേസമയം K മുരളീധരൻ ഈ യാത്രയ്ക്ക് പങ്കെടുക്കുമോ എന്ന വലിയ കൗതുകമുള്ള രാഷ്ട്രീയ ചോദ്യവുമൊക്കെ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉയരുന്നുണ്ടായിരുന്നു. രഘുനാഥ് നാരായൺ വിവരങ്ങളുമായി. രഘു, പദയാത്ര സമാപിച്ചോ? ഇനിയുള്ള നടപടിക്രമങ്ങൾ, ഇനിയുള്ള ഈ പരിപാടിയുടെ ക്രമീകരണം ഏത് തരത്തിലാണ്? എത്രത്തോളം പ്രധാനപ്പെട്ട പരിപാടിയാണ് UDF ഈ പദയാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്? ഒപ്പം K മുരളീധരൻ കൂടി. രതീഷ്, പദയാത്ര ഇപ്പോൾ കുളനാട് എത്തിയിരിക്കുകയാണ്. പന്തളത്തേക്ക് ഇനിയും ഏകദേശം ഒരു 1.5-2 കിലോമീറ്റർ കൂടി ഉണ്ടാവും. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് ജാഥയുടെ പദയാത്രയുടെ മുൻഭാഗത്തായി പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം, കോൺഗ്രസിന്റെ മാത്രമല്ല UDFന്റെ എല്ലാ പ്രമുഖ നേതാക്കളും ഈ പദയാത്രയുടെ ഭാഗമാണ്. MLA-മാര്, MP-മാര്, മുസ്ലിം ലീഗിന്റെ അടക്കം MLA-മാരും MP-മാരും ഒക്കെ ഈ പദയാത്രയുടെ, മറ്റ് നേതാക്കൾ അടക്കം എല്ലാവരും ഈ പദയാത്രയുടെ ഭാഗമാണ്. പന്തളം കൊട്ടാരത്തിന് സമീപമാണ് UDFന്റെ പദയാത്രയുടെ സമാപനം. 4 യാത്രകളാണ് UDF കേരളം അങ്ങോളം, കാസർഗോഡ് നിന്നും ഒപ്പം തന്നെ തിരുവനന്തപുരത്ത് നിന്നും പാലക്കാട്ട് നിന്നും മൂവാറ്റുപുഴയിൽ നിന്നുമൊക്കെ ആരംഭിച്ച 4 ജാഥകൾ ഇന്നലെ വൈകുന്നേരം ചെങ്ങന്നൂരിൽ സമാപിച്ചു. അതൊരു ജാഥ നയിച്ചിരുന്നത് K മുരളീധരനാണ്. അദ്ദേഹം ആ ചെങ്ങന്നൂരിൽ ഇന്നലെ വൈകുന്നേരം സമാപന സമ്മേളനത്തിൽ സംസാരിച്ചിരുന്നു. ഇതിനുശേഷമാണ് അദ്ദേഹം യാത്രയിൽ പങ്കെടുക്കില്ല എന്ന് വാർത്ത പുറത്തു വന്നത്. എന്നാൽ KPCC നൽകുന്ന വിശദീകരണം എന്ന് പറയുന്നത് അദ്ദേഹം എല്ലാ മാസവും, K മുരളീധരൻ എല്ലാ മാസവും 1-ാം തീയതി ഗുരുവായൂർ ദർശനത്തിന് പോകാറുണ്ട്. അദ്ദേഹം ഗുരുവായൂർ ദർശനത്തിന് പോയിരിക്കുകയാണ്. അല്പസമയത്തിനകം അദ്ദേഹവും ഈ ജാഥയുടെ ഭാഗമാകും എന്നുള്ളതാണ് KPCC ഔദ്യോഗികമായി അറിയിച്ചിരുന്നത്. ഇപ്പം കോൺഗ്രസ് നേതാവ് M ലിജു എന്നോടൊപ്പമുണ്ട്. എങ്ങനെയുണ്ട് ഈ ആളുകളുടെയൊക്കെ ഒരു റെസ്പോൺസ്? എങ്ങനെയുണ്ട് ഈ ജാഥയോട്? ജാഥയോട് വലിയ പ്രതികരണമാണ് നമുക്ക് എല്ലായിടത്തും കാണാൻ സാധിക്കുന്നത്. കാരണം ഇതൊരു പ്രക്ഷോഭ ജാഥ എന്നതിനപ്പുറത്ത് വിശ്വാസ സംരക്ഷണത്തിനായുള്ള ജനതയുടെ കൂട്ടായ്മയാണ്. ഞങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും കണ്ടത് ഒരു രാഷ്ട്രീയ കൂട്ടായ്മയ്ക്ക് അപ്പുറത്ത് വിശ്വാസ സമൂഹത്തിന്റെ കടന്നുവരവാണ്. അപ്പൊ അത് ജനത്തിന് വലിയ വേദനയുണ്ട്. ആദ്യഘട്ടത്തിൽ ശബരിമലയുടെ വിശ്വാസങ്ങളെ തകർക്കാൻ ശ്രമിച്ചു. ഇപ്പൊ ശബരിമലയിലെയും മറ്റു ക്ഷേത്രങ്ങളിലെയും ഭഗവാന്റെ സ്വത്തുക്കളെ തന്നെ മോഷ്ടിച്ചിട്ട് സംരക്ഷിക്കുന്നു. അപ്പൊ അതിനെതിരെയുള്ള ശക്തമായ ജനവികാരം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ പൊതുവെ ഈ യാത്രയോടൊപ്പം സഞ്ചരിച്ചപ്പോൾ ഈ നിങ്ങളുടെ UDF പ്രവർത്തകർക്ക് അപ്പുറം ഒരു ബഹുജന പിന്തുണ അല്ലെങ്കിൽ ആളുകളൊക്കെ അതിലേക്ക് വരുന്നതായിട്ട്? തീർച്ചയായും ഞങ്ങളെ ഇപ്പോ എല്ലാ സ്ഥലങ്ങളിലും, ഇപ്പൊ ശബരിമലയിൽ കഴിഞ്ഞ ദിവസം അമ്പലപ്പുഴയിൽ അവിടുത്തെ വലിയ പെരിയോർ, ശബരിമല പേട്ടതുള്ളലിന്റെ വലിയ പെരിയോർ ഗോപാലകൃഷ്ണപിള്ള സാർ ഉൾപ്പെടെയുള്ളവർ വന്നു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ ക്ഷേത്രങ്ങളിലെ പൂജാരിമാരുൾപ്പെടെ പങ്കുചേരുന്നുണ്ട്. നിരവധി അയ്യപ്പ ഭക്തന്മാർ പങ്കുചേരുന്നുണ്ട്. കാരണം ഇത് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് ഒരു ജനതയുടെ വിശ്വാസത്തിന്റെ സംരക്ഷണമാണ് ഇവിടുത്തെ പ്രശ്നം. അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. UDFന്റെ ഇതിൽ അത്യാവശ്യം നല്ല ആളുകളുണ്ട്. ഇതിലെ അത്യാവശ്യം നല്ല ജനപങ്കാളിത്തമുണ്ട്. നമുക്ക് കാണാൻ സാധിക്കുന്നല്ലോ. നിരവധി ആളുകൾ, നമുക്ക് ആ തിരക്കിനിടെ നിൽക്കാൻ കഴിയാത്തവണ്ണം ആയിരക്കണക്കിന് ആളുകളാണ് ഇതിൽ പങ്കാളികളായിക്കൊണ്ടിരിക്കുന്നത്. UDFന്റെ ജാഥ, UDF പ്രതീക്ഷിച്ചതുപോലെ തന്നെ വലിയൊരു പിന്തുണ UDFന് ലഭിച്ചിട്ടുണ്ട് ജനങ്ങളുടെ ഇടയിൽ നിന്നുള്ളതാണ് UDFന്റെ വിശ്വാസം. ആ പദയാത്ര അല്പം ഒരു അരമണിക്കൂറിനകം, 6 മണിക്ക് മുമ്പായി തന്നെ പന്തളം നഗരത്തിൽ എത്തിച്ചേരും. പന്തളം കൊട്ടാരത്തിനടുത്തായിട്ട്, ബസ് സ്റ്റാൻഡിന്റെ അടുത്തായിട്ടാണ് സമാപന സമ്മേളന വേദി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ UDF നടത്തുന്ന വിശ്വാസ സംരക്ഷണ ജാഥ പദയാത്രയാണ്. പദയാത്ര ചെങ്ങന്നൂരിൽ നിന്ന് തുടങ്ങി അതൊരു പകുതി ഭാഗം പിന്നിടുകയാണ്. രഘുനാഥ് നാരായണൻ വിവരങ്ങൾ നൽകിയത്.